المرسلين وعلى آله وصحبه أجمعين أما بعد. നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു, പെരുന്നാളായിട്ട് ക്ലാസ് കഴിഞ്ഞ ആഴ്ച നടത്താൻ പറ്റിയില്ല. പിന്നെ സൊബറിനെ പറ്റിയായിരുന്നു നമ്മൾ ഹദീസിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? ഓർക്കുന്നില്ലേ? സൊബറില് ചെക്ക് ചെയ്യട്ടെ. നമ്മൾ ഉമ്മുസ്ലൈം ബീവിന്റെ ഹദീസൊക്കെ പറഞ്ഞു അല്ലേ? കുട്ടി മരിച്ച പഠിച്ചോന് തന്നതാണ്, പഠിച്ചോന് എടുക്കാണെന്നുള്ളൊരു രീതിയിലായിരുന്നു അവരതിനെ സമീപിച്ചത്. കുട്ടി മരണപ്പെട്ടപ്പോ അവർക്ക് കാര്യത്തെ അവർ ഏറ്റെടുത്തത് അങ്ങനെ രീതിയിലായിരുന്നു. വിധങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ദ്വാർക്കയും അങ്ങനെയാണ് പുതിയൊരു മോന് ജനിക്കുന്നതും. അങ്ങനെ ആ മകന് നല്ല ബർക്കത്തുണ്ടായി. അവർക്ക് ഈത്തപ്പഴം തഹ്നീക്ക് ചെയ്ത് കൊടുത്ത നിബിധങ്ങളായിരുന്നു. അങ്ങനെ നല്ല ബർക്കത്തുള്ള മോനായി. അവരുടെ മക്കളിലൊക്കെ ധാരാളം ആലിമീങ്ങളൊക്കെ ഉണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി 45-ാമത്തെ ഹദീസാണെന്ന് നമ്മൾ എടുക്കാനുള്ളത്. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ ക്ഷമയെ പറ്റിയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ ക്ഷമ എന്ന് പറഞ്ഞാല് പല രീതിയിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പല രീതിയിലെന്ന് പറയുമ്പോ നമ്മൾ പറഞ്ഞു, നോമ്പിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, നോമ്പ് എന്ന് പറഞ്ഞാല് വലിയൊരു ക്ഷമന്റെ അടയാളാണ്. ഇബാദത്തിന്റെ മേലിൽ ക്ഷമിക്കുക, ഇബാദത്ത് ചെയ്തുകൊണ്ട് ക്ഷമിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ക്ഷമ ഉണ്ട്. ഓക്കെ, ഇബാദത്ത് ചെയ്തുകൊണ്ട് ക്ഷമിക്കുക. അപ്പോൾ റിസ്ക് ഉള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്നത് ക്ഷമന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്യാതിരിക്കുക, തെറ്റുകളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് ക്ഷമയാണ്. ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ തടഞ്ഞു വെക്കുക എന്നുള്ള ഒരു ക്ഷമയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ക്ഷമന്റെ അർത്ഥത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അസുബറിന്റെ സ്വതമത്തിലൂല എന്ന് പറഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ക്ഷമിക്കാം. എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ മരിച്ചാളെ തിരിച്ചു വരില്ല എന്ന് പിന്നെ ബോധ്യപ്പെട്ടതിന് ശേഷമുള്ള ക്ഷമയല്ല. എന്തെങ്കിലും മുസീബത്ത് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ക്ഷമ വരിക എന്നുള്ളത് അത് വലിയൊരു എന്താ പറയാ, ട്രെയിൻ ചെയ്തെടുക്കേണ്ട സംഭവമാണ്. പക്ഷെ മഹത്വം കൂടുതലുള്ള കാര്യമാണ്. അസുബറു ഇന്ത സ്വതമത്തിലൂല എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ക്ഷമയെ പറ്റി പറഞ്ഞിരുന്നു. അപ്പൊ ഇതിലൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവം എന്താണ്? ഇവിടെ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ ഇബാദത്തിലായാലും നമ്മൾക്ക് ഇബാദത്തിലായാലും അസുഖങ്ങൾ വരുമ്പോഴായാലും നമുക്ക് അതല്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടാവുന്ന സമയത്ത് അതിൽ നിന്നും ശരീരത്തെ മാറ്റി നിർത്താം, പിടിച്ചു വെക്കുക എന്നുള്ള സംഭവമാണ് അവിടെ നടക്കുന്നത്. ആ അർത്ഥത്തിലാണ് സൊബർ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അപ്പൊ മുഅ്മിനിന്റെ ജീവിത വീക്ഷണമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. മുഅ്മിന് എന്താണ്? എല്ലാം പടച്ചോന് തരുന്നതാണ്, പിന്നെ പടച്ചോന്റെ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും എന്ന് മനസ്സിലാക്കുമ്പോൾ നടന്നതൊക്കെ ഇതിനൊക്കെ പടച്ചോൻ കൂലി തരുമെന്നും, പിന്നെ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ തെറ്റുകൾ പൊറുക്കാനുള്ള കാരണമാണെന്നും, ഇവിടെ ചെയ്ത തെറ്റുകൾ ഇവിടെ തന്നെ ഒരു പരിഹരിച്ചു പോകാനുള്ള മാധ്യമമാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് പടച്ചോൻ കൂലി തരും. ഓക്കെ, അപ്പൊ ഈ ഭാഗത്തിൽ നമുക്ക് വേറെ കുറെ പണികൾ ഉണ്ടായിട്ടും വേറെ എന്താ പറയാ, അതെല്ലാം മാറ്റി വെച്ച് ഈ ഭാഗത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ആ ഒരു സൊബറില് അള്ളാഹുത്താല എന്ത് ചെയ്യും? നമുക്ക് കൂലി തരും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ മുഅ്മിനിന്റെ അടയാളത്തെ പറ്റി നമ്മൾ ഹദീസ് പറഞ്ഞിരുന്നു അല്ലെ? അത് വലിയ അർത്ഥമുള്ള ഹദീസാണ്. എന്താണ്? ഇദാ അസാബത്തു സറാഉ സബറ ശക്കറ ഫകാന ഖൈറുൽ ലഹു വഇദാ അസാബത്തു ദറാഉ സബറ ഫകാന ഖൈറുൽ ലഹു. ഒരു നന്മ ഉണ്ടാവുന്ന സമയത്ത് മുഅ്മിനായ അടിമ എന്ത് ചെയ്യും? ശുക്ർ ചെയ്യും. അപ്പൊ അത് അവന് നല്ലതായിട്ട് വരും. ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഒരു അടിമ ക്ഷമിക്കും, അപ്പൊ അതും അവനെന്ത് ചെയ്യും? നല്ലതായിട്ട് വരും. എന്ത് വന്നാലും, ഇപ്പൊ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഒരു വിശ്വാസിയായ അടിമയെ സംബന്ധിച്ചിടത്തോളം അത് ഖൈറാണ്
എന്ന രീതിയിൽ ഒരു ഹദീസ് നമ്മൾ കാണാതെ പഠിക്കാനും ചെയ്തിരുന്നു. ഓക്കെ, ഇനി അതിന്റെ കണ്ടിന്യൂഷൻ തന്നെ. ഇന്ന് നമുക്ക് സബർ തീർത്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, സിദ്ക്ക് സത്യസന്ധതയെ പറ്റിയുള്ള ബാബ് തുടങ്ങാം ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ സബർ തീർക്കാൻ പോകണം കേട്ടോ. കുറച്ച് ഹദീസ് കൂടിയേ ഉള്ളൂ. അപ്പൊ കുറെ മുമ്പ് പറഞ്ഞ ആശയങ്ങൾ തന്നെയാണ് ഹദീസ്, നമുക്ക് പെട്ടെന്ന് വായിച്ച് പോവാം. അത് കണ്ടോ, 45-ാമത്തെ ഹദീസ്. വൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലൈസ ശദീദു ബിസ്സുറഅതി ഇന്നമ ശദീദു അല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബി. മുത്തഫഖുൻ അലൈഹി. നമ്മൾ ഒരുപാട് മലയാളത്തിലോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞതൊക്കെ ആയിട്ടോ കേട്ടിട്ടുണ്ടാവും. ഹദീസ് തന്നെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഇതിൽ പറഞ്ഞത്? ലൈസ ശദീദു, ശക്തി എന്തല്ല, ബിസ്സുറഅതി, ഒരാളുടെ ആക്രമിക്കൽ കൊണ്ടോ ഒരാളെ പരാജയപ്പെടുത്തൽ കൊണ്ടല്ല ശക്തി ഉണ്ടാവുക, ശക്തനാവുക. ഇന്നമ ശദീദു, ആരാണ് ശക്തൻ? അല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഗളബി, ദേഷ്യം വരുന്ന സമയത്ത് പിടിച്ചു വെക്കാൻ കഴിവുള്ളവനാണ് ഏറ്റവും ശക്തിയുള്ളവൻ എന്നാണ് പറഞ്ഞത്. ദേഷ്യമുള്ള സമയത്ത് കാദിമുൽ ഒലബ്, ദേഷ്യം പിടിച്ചു വെക്കുക, ശത്രുത മനസ്സിൽ തന്നെ നമ്മൾ തന്നെ സ്വയം നിയന്ത്രിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ശക്തിയുള്ള, കൂടുതൽ ശക്തി ആവശ്യമുള്ള സംഭവം. ഓക്കെ, അപ്പൊ ഈ ഹദീസ് മുമ്പ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് പറഞ്ഞത്? ലൈസ ശദീദു ബിസ്സുറാത്തി, മറ്റൊരാളുടെ ആക്രമിച്ച് കീഴ്പ്പെടുത്തൽ കൊണ്ടല്ല, അതല്ല ശക്തനെ തെളിയിക്കുന്ന ഒരു സാധനം. പിന്നെ ശക്തി എന്തുകൊണ്ടാണ് അളക്കേണ്ടത്? ഒരാൾക്ക് എത്രത്തോളം ക്ഷമയെ പിടിച്ചു വെക്കാൻ പറ്റും എന്ന് നോക്കിയിട്ടാണ്, അല്ല ദേഷ്യത്തെ പിടിച്ചു വെക്കാൻ പറ്റും എന്ന്, ദേഷ്യത്തിൽ ക്ഷമിക്കാൻ പറ്റും എന്ന് നോക്കിയിട്ടാണ് ശക്തനെ തീരുമാനിക്കുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഇനി ഉമർ റളിയല്ലാഹുവിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം വരും. ഇനി അടുത്ത ഹദീസ് നോക്കാം, 46. വാൻ സുലൈമാൻ ഇബ്നു സുറദിൻ റളിയല്ലാഹു അൻഹു ഖാല കുന്തു ജാലിസൻ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വറജുലാനി യസ്തബ്ബാനി. ഇവര് സുലൈമാൻ എന്ന സ്വഹാബി പറയാണ്, നബി തങ്ങളുടെ കൂടെ ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ റജുലാനി യസ്തബ്ബാനി, രണ്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ചീത്ത പറയുന്നുണ്ട്, അനാവശ്യ കാര്യങ്ങളൊക്കെ വിളിക്കുകയും തർക്കിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വാഹദുഹുമാ ഖദ് ഇഹ്മറ വജ്ഹുഹു, അതിൽ ഒരാൾക്ക് എന്താണ്, ദേഷ്യം കൊണ്ട് അയാളെ മുഖമൊക്കെ ചുവന്നിട്ടുണ്ട്. വന്തഫഹത് ഔദാജുഹു, പിന്നെ അദ്ദേഹത്തിന്റെ ഞരമ്പുകൾ, കഴുത്തിലെ ഞരമ്പുകൾ ഉണ്ടല്ലോ, അതാണ് ഔദാജ്, വദ്ജ് എന്ന് പറഞ്ഞാല് അതാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ വീർത്തിട്ടുണ്ട്. ദേഷ്യം വരുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഞരമ്പുകളൊക്കെ വലുതാവും. അപ്പൊ അങ്ങനെ വലുതായിട്ടുണ്ട്. അപ്പൊ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് കണ്ട സമയത്ത് നിബിധങ്ങൾ എന്തായി, മറ്റൊരാളോട് പറഞ്ഞു, ഇന്നീല അലമു കലിമത്തൻ ലൗ കാലഹാ ലദഹബ അൻഹു മാ യജിദു. എനിക്കൊരു കലിമത്ത് അറിയാം, ഒരു വാക്കറിയാം, അത് അവര് പറഞ്ഞു കഴിഞ്ഞാൽ ലൗ കാലഹാ ലദഹബ അൻഹു മാ യജിദു, അവർക്ക് ഇപ്പൊ മനസ്സിലുള്ള ദേഷ്യം ഉണ്ടല്ലോ, ഈ ദേഷ്യമൊക്കെ അത് പോക്കും. അങ്ങനത്തെ ഒരു വാക്ക് എനിക്കറിയാം. ലൗ കാല ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ദഹബ മിൻഹു മാ യജിദു. എന്നിട്ട് പറഞ്ഞാൽ എന്താണ്, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ്, ശൈത്താനിൽ നിന്ന് കാവൽ ചോദിക്കുന്ന വാക്കാണ് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നമ്മള് ഖുർആനിലൊക്കെ ഓതുമ്പോൾ നമ്മൾ തുടക്കത്തിൽ ഓതും. ഓക്കെ, അപ്പൊ അത് ചൊല്ലിക്കഴിഞ്ഞാൽ ദഹബ അൻഹു മാ യജിദു, അയാൾക്ക് ഇപ്പൊ ഉണ്ടായ ഒരു ദേഷ്യം ഉണ്ടല്ലോ, അത് ഈ വാക്ക് പോക്കിക്കളയുമെന്നാണ് പറഞ്ഞത്. അപ്പൊ കാലു ലഹു, അപ്പൊ ഇവര് അവരോട് ചെന്ന് പറഞ്ഞു, ഇന്ന നബിയ കാല തഅവദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശൈത്താനിൽ നിന്ന് കാവൽ ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോട് നബി പറഞ്ഞു എന്ന് ഈ തർക്കിക്കുന്ന ആളോട് പോയിട്ട് ഈ സഹാബി പറഞ്ഞു, എന്നാ സഹാബത്ത് പോയിട്ട് പറഞ്ഞു എന്ന്. മുത്തഫഖുൻ അലൈഹി. ഓക്കെ, അപ്പൊ ദേഷ്യം ശൈത്താനുമായിട്ട് ബന്ധമുണ്ട്. ശൈത്താനോട് കാവല് ചോദിച്ചു കഴിഞ്ഞാല്, ശൈത്താനിൽ നിന്ന് പടച്ചവനോട് കാവല് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദേഷ്യം കുറയും എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ദേഷ്യം ഉണ്ടാവുന്ന സമയത്ത് ഈ ഉള്ള പൊസിഷനിൽ നിന്ന് അവസ്ഥയിൽ നിന്ന് മാറലും ഹദീസിൽ വന്നതായിട്ട് കാണാം. ഇപ്പൊ നിൽക്കുന്ന സമയത്താണ് ദേഷ്യം ഉള്ളതെങ്കിൽ ഇരുന്നോക്കാം, ഇരിക്കുന്ന സമയത്താണെങ്കിൽ കിടന്നോക്കാം, അങ്ങനെ പിന്നെ ഒളു കൊടുക്കാം. ഇങ്ങനെ ഇത്തരം അവസ്ഥകൾ മാറ്റിക്കൊണ്ട് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊരു ഹദീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് ശൈത്താനോട് എന്ത് ചെയ്യാം, ശൈത്താനിന്റെ
കാവൽ ചോദിക്കാം. ഇനി ഓക്കെ, അതേപോലെ തന്നെ ഇരിക്കുക, കിടക്കുക, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് പോവാം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദോഷം മാറും, ദേഷ്യം മാറും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ സിമിലർ ആയിട്ട് ഇന്നലെ ജസ്റ്റ് ഒരാളിങ്ങനെ പറഞ്ഞ കേൾക്കുന്നുണ്ടായി, ഈ മടി മാറ്റാനുള്ള ഒരു മാധ്യമം അതേപോലെ തന്നെയാണ്. ചില ആൾക്കാർക്ക് എന്ത് ചെയ്യും, വലിയ ഇതാവണമെന്ന്, വലിയ ആളാവണമെന്നും പഠിക്കണമെന്നും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും അടുത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. പക്ഷേ പ്ലാനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലർക്ക് മടിയായിരിക്കും. ഈ മടി മാറ്റാനുള്ള ഏറ്റവും വലിയൊരു കാര്യമായിട്ട്, മടിക്കുള്ള കാരണങ്ങൾ കുറേ ഉണ്ട്. ഇനി മടി മാറ്റാനുള്ള ഒരു കാര്യമായിട്ട് പറഞ്ഞത് ഇപ്പോ ഉദ്ദേശിക്കുന്ന പ്രവർത്തനം ഉണ്ടല്ലോ, അതിലൊരു 5 മിനിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് മാറാന്നുള്ളൊരു സംഭവമാണ് അവിടെ നടക്കുന്നത്. ഉദാഹരണത്തിന് എനിക്ക് കുറെ എഴുതാനും വായിക്കാനും പഠിക്കാനും എന്നിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ ജസ്റ്റ് എന്ത് പറയാ, ഒരു 5 മിനിറ്റ് ഒന്ന് എഴുതിയിട്ട് പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് പറയാം. ഈ 5 മിനിറ്റ് നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ അതിലൂടെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നാണ് മടി മാറ്റാനുള്ള ഒരു കാര്യമായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞു കേട്ടത്. അപ്പൊ ഇതുപോലെ ഈ മടിന്റെ വിഷയമല്ല, ഈ ദേഷ്യത്തിന്റെ വിഷയത്തിലും അവിടെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാ, ഉള്ള അവസ്ഥയിൽ നിന്ന് മാറാവുന്ന സംഭവം നമ്മുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് ഹദീസിൽ പഠിപ്പിക്കുന്നത്. ഇനി വേറെ ഈ ദേഷ്യം ഇങ്ങനെ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടാണ്. പണ്ടൊരു ക്ലാസ്സിൽ ഒരു സാറ് പറഞ്ഞതായിട്ട് കേട്ടെ, ദേഷ്യം ഇങ്ങനെ വേറൊരാളിലേക്ക് കടക്കുമല്ലോ. അതായത് ഒരു കുടുംബനാഥനുണ്ട്. ഇപ്പോ ഒരു മൂപ്പര് ഓഫീസിൽ എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായ സമയത്ത് മൂപ്പര് സുപ്പീരിയർ ഓഫീസർ ചൂടാവുകയും അങ്ങനെ ആകെ ദേഷ്യത്തിലാണ്, ഒരു ഹോർമോൺ കയറിയിട്ടാണ്, ഒരു ദേഷ്യത്തിന്റെ ഒരു ഹോർമോൺ ഉണ്ട്, അഡ്രിനാലിനാണ് തോന്നുന്നു. അങ്ങനെ ആ ദേഷ്യം കയറിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഓൾറെഡി എല്ലാത്തിനും ദേഷ്യമായിരിക്കുമല്ലോ. അപ്പൊ എന്തെങ്കിലും വൈഫൊക്കെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അപ്പൊ അതിൽ ദേഷ്യം പിടിച്ച് എന്ത് ഫുഡാണ്, ഇതിൽ ഉപ്പില്ല, അതാണെന്ന് പറഞ്ഞിട്ട് കച്ചറായി. അങ്ങനെ ഈ ദേഷ്യം ആകെ എന്തായി, ഭാര്യക്ക് ദേഷ്യം പിടിച്ചു. അങ്ങനെ ഭാര്യ ദേഷ്യം പിടിച്ചിട്ട് ആകെ ഇതായി. ഭാര്യ ദേഷ്യം തീർക്കണമല്ലോ, അങ്ങനെ അത് മക്കളോട് പോയി തീർക്കും, മൂത്ത മോനോട് പോയി തീർത്തു. അങ്ങനെ ഈ മൂത്ത മോന് ഇതെന്താണ് വെറുതെ ആവശ്യമില്ലാതെ ചൂടാണെന്ന് പറഞ്ഞ് ഓനാകെ ദേഷ്യം പിടിച്ച് അങ്ങനെ താഴെയുള്ള പെങ്ങളോട് തീർത്തു. അങ്ങനെ ഈ പെങ്ങൾക്ക് ഇത് കണ്ട് ദേഷ്യം പിടിച്ചിട്ട് നടന്നു പോകുന്നതിനിടക്ക് എന്തായി, അവിടെ പൂച്ച ഉണ്ടായിരുന്നല്ലോ, അപ്പൊ പൂച്ചനെ അടിച്ചു. അങ്ങനെ പൂച്ച എന്തായി, തെറിച്ചു പോയി. പൂച്ചക്ക് വേദനയായി. ഭാഗ്യത്തിന് പൂച്ചക്ക് ഇതുപോലത്തെ ഒരു ഹോർമോണൊന്നും ഇല്ലാത്തതുകൊണ്ട് അതവിടെ നിന്നെന്നാണ് പറയണത്. ഇതിങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ദേഷ്യം എന്ത് ചെയ്യും, ഇങ്ങനെ ഇങ്ങനെ പല ആളുകളിലേക്ക് പോകും. അപ്പൊ സ്വയം ഇത് കൺട്രോൾ ചെയ്യുക, സ്വയം നമ്മളതിനെ ശരീരത്തെ മനസ്സിലാക്കുക, പിടിച്ചു വെക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ശക്തിന്റെ ഒരു അടയാളമായിട്ടാണ് നമ്മൾ ഹദീസിൽ പഠിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ഔദ് ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവാൻ മുആദ് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ കലമ ഗൈലൻ വഹുവ ഖാദിറുൻ അലാ യുൻഫിദഹു ദഅാഹു അല്ലാഹു സുബ്ഹാനഹു വതആല അലാ റൂസിൽ ഖലായികി യൗമൽ ഖിയാമത്തി ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂരിൽ ഐനി മാ ശാഅ. റവാഹു അബൂ ദാവൂദ് വത്തിർമിദി ഖാല ഹദീസുൻ ഹസൻ. മുആദ് ബിൻ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ് എന്ത്, ഞങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ദേഷ്യം പിടിച്ചു വെച്ചാൽ, കാദിമൽ ഓയിൽ, ദേഷ്യം ശമിപ്പിക്കണേനാണ്, പിടിച്ചു വെക്കണേനാണ് അങ്ങനെ പറയാം. കലമ ഓയിലൻ വഹോ കാതിരുന്നോ, എങ്ങനെ അവന് തീർക്കാൻ കഴിവുള്ള ആളായിരുന്നു. ഓക്കെ, അപ്പോ നമ്മളെ കീഴിലുള്ള ആളോടാണ്, നമ്മളൊരു ജോലിക്കാരനോടാണ്, അല്ലെങ്കിൽ മക്കളോടാണ്, അല്ലെങ്കിൽ നമ്മളെ കീഴിലുള്ള ആൾക്കാരോടാണ് എന്താകുന്നത് ഈ ദേഷ്യം പിടിക്കുന്നതെങ്കിൽ, അല്ല അങ്ങനെയാണ് ദേഷ്യം വരുന്നത്. നമുക്ക് ദേഷ്യം തീർക്കാനുള്ള, അവരെ ആക്രമിക്കാനുള്ള, അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടാനുള്ള, ചൂടാവാനുള്ള ഒക്കെ ഒരു മാർഗമുണ്ട്. ആ ഒരു സമയത്തും ഒരാളെ ദേഷ്യം പിടിച്ചു വെക്കാണ്, ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു, അപ്പൊ അത് വലിയ കഴിവുള്ള, നല്ല ട്രെയിനിങ് വേണ്ട, പ്രാക്ടീസ് വേണ്ട, അല്ലെങ്കിൽ സ്വയം കൺട്രോൾ ചെയ്യാന്
ഉള്ള ഒരു ശക്തി ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അതിനെ എന്ത് ചെയ്യുക, നബി തങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബി തങ്ങൾ ആരോടും ഉണ്ടായിരുന്നില്ലല്ലോ. ഈ 10 കൊല്ലം ഹാദിമായി വർക്ക് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കീഴില്. ഒരു പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടില്ല, എന്നോട് മോശമായിട്ട് അങ്ങനൊന്നും ചെയ്യേണ്ടിരുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നായിരുന്നു. അപ്പോ അതാണ്. അങ്ങനെ ഒരാള് ഇവിടെ ഈ ഹദീസിലുള്ളത് എന്താണ്? കലമ എന്ന ആരെങ്കിലും ദേഷ്യം പിടിച്ചു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഊസിൽ ഖലായിക് യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് നബിതങ്ങളെ അല്ലാഹു ഇവരെ വിളിക്കും. ഹത്താ യുഖയ്യിറു മിനൽ ഹൂരിൽ ഈനി മാഷാ. അവനിഷ്ടമുള്ള ഹൂറുൽ ഈനിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി അവന് അവസരം കിട്ടും. അത് സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്വർഗത്തിലെ നിഅമത്ത് അവർക്ക് കിട്ടും. ഏതിന്റെ ഫലമായിട്ട് എന്ന് പറഞ്ഞത്? ദേഷ്യം ശമിപ്പിച്ചാല്, ദേഷ്യം പിടിച്ചു വെച്ചാല്. അബൂ ദാവൂദ് തുർമുദി വഖാല ഹദീസുൻ ഹസനുൻ. ഓക്കെ, ഇനി അടുത്തത് വാൻ നബി ഹുറൈറത്ത അന്ന റജുലൻ ഖാല നബി ഔസിനി. ഇനി ഒരാള് നബി തങ്ങളോട് പോയിട്ട് എന്തായി, എനിക്ക് വസിയത്ത് തരണം, എന്നെ ഉപദേശിക്കണം എന്ന് പറഞ്ഞു. കാല പറഞ്ഞു ലാ താദം, ദേഷ്യം പിടിക്കരുത്. ഫറദ്ദദ മിറാറൻ, അപ്പൊ വീണ്ടും ചോദിച്ചു ഇനിയും വസിയത്ത് തരണം എന്ന് പറഞ്ഞു. കാല വീണ്ടും പറഞ്ഞത് ലാ താദം, ദേഷ്യം പിടിക്കരുത്. നിങ്ങൾക്ക് ഓരോരുത്തരെയും പേഴ്സണലായിട്ട് മനസ്സിലാക്കാനും ഒക്കെ പറ്റും. ഇവര് പോയിട്ട് 2 വട്ടം റിപ്പീറ്റ് ചെയ്തപ്പോൾ ഇവർ പറഞ്ഞത് എന്താണ്? നബി തങ്ങൾ പറഞ്ഞത് ലാ താദം, ദേഷ്യം പിടിക്കാൻ പാടില്ല എന്നാണ്. അതൊരു നല്ല ഗുണമാണ്. ഓക്കെ, ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട ഒരു ഗുണമാണ്. ഇനി വൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി ഹത്താ യൽഖല്ലാഹു തആല വമാ അലൈഹി ഖതിയത്തുൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മുള്ള് തറക്കുന്നത് വരെ ദോഷം പൊറുക്കാനുള്ള കാരണമാണ്. അതേ അർത്ഥത്തിലുള്ള ഹദീസാണ്. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി, മുഅ്മിന് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. വൽ മുഅ്മിനത്തി, മുഅ്മിനത്തിനും മുഅ്മിനും പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫി നഫ്സിഹി, അവരുടെ സ്വന്തം ശരീരത്തിൽ, വലതി, അവരുടെ മക്കളിൽ, മാലിഹി, സമ്പത്തിൽ, ഇതിലൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായാൽ, ഇപ്പൊ നഫ്സ് സ്വയം ശരീരം, വലത് മക്കള്, മാല് സമ്പത്ത്, ഇതിലൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായി അങ്ങനെ അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം? ഹത്താ യൽഖല്ലാഹു തആല വമാ അലൈഹി ഖതിയത്തുൻ, എത്രത്തോളം അവര് എന്താകും? അല്ലാഹു തആലയെ കണ്ടുമുട്ടും. അവര് അല്ലാഹു തആല വമാ അലൈഹി ഖതിയത്തുൻ, അവരുടെ മേലിൽ ഒരു ദോഷങ്ങളും ഇല്ലാത്ത രീതിയിൽ അവർ അല്ലാഹു തആലയെ കണ്ടുമുട്ടും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതായത് ദുനിയാവിൽ ഇങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടാവുന്ന, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും? ദോഷങ്ങൾ പൊറുക്കും. പിന്നെ പടച്ചവനെ കാണുന്ന സമയത്ത് ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല, ഒക്കെ ഇവിടുന്ന് തന്നെ റെഡിയാക്കി പോയിട്ടുണ്ടാവും. ഓക്കെ, തുറമുതി. അത് ദോഷങ്ങള്, പരീക്ഷണങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാട്ടോ, അതിൽ ക്ഷമിക്കാനും പറ്റണം. വാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മായജാലം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ള. ആ അതെ അതെ, അത് എന്താ പറയാ, മായജാലിന്റെ അർത്ഥം എന്താ? ലാ മാസാല, മായജാല എന്നൊക്കെ പറഞ്ഞാല് മുറിയുകയില്ല. മുറിയുകയില്ല വെച്ചാല് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതാണല്ലോ. മനസ്സിലായോ? ഹലോ, ഓക്കെ അല്ലേ? മായജാലു وعن ابن عباس رضي الله عنهما قال قدم عيينة بن حصن فنزل على ابن أخيه. ഇനി ഉയൈനത്ത് ബിനു ഹിസ്ന്
എന്നൊരു സ്വഹാബി ഉണ്ട്. അവര് ആരുടെ അടുത്ത് വന്നു? അലബിനി അഹീഹി ഹുർബിന് കൈസ് ഹുർബിന് കൈസ് എന്ന സ്വഹാബിന്റെ അടുക്കൽ ആര് വന്നു? ഉയൈന എന്ന സ്വഹാബി വന്നു. ഈ ഇവരുടെ കുടുംബക്കാരനാട്ടോ. ഇവര് ബ്രദേഴ്സ് ആണ്, കസിൻ ബ്രദേഴ്സ് ആണ്, സഹോദരന്റെ മക്കളാണ്. ആരൊക്കെ? ഉയൈന എന്ന സ്വഹാബിയും ഹുർ എന്ന സ്വഹാബിയും. അങ്ങനെ ഈ ഹുർ എന്ന സ്വഹാബി, ഹുർബിന് കൈസ് എന്ന സ്വഹാബി ആരായിരുന്നു? കാനമിൻ നഫരില്ലദീ യുദ്നീഹിം ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു സംഘത്തിൽപ്പെട്ട ആളായിരുന്നു. ഉമർ റളിയല്ലാഹുവിന് ഏറ്റവും അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എന്നിട്ട് ഭരണാധികാരിയാണല്ലോ, അമീറുൽ മുഅ്മിനീനാണല്ലോ ഉമർ റളിയല്ലാഹു. ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കല് ഒരു കൂട്ടം ആൾക്കാരുണ്ട്. എപ്പോഴും എന്ത് കാര്യങ്ങളും നിർദ്ദേശങ്ങളും നൽകാനോ ഒക്കെ വേണ്ടി നിലനിർത്തുന്ന ആൾക്കാരാണ്. ഓക്കെ, അങ്ങനെ ആ ഒരു സംഘത്തിൽപ്പെട്ട ആളായിരുന്നു ആര്? ഖുർബിന് കൈസ് എന്ന സ്വഹാബി. എന്നിട്ട് പറയണ കാനൽ ഖുറാഉ അസ്ഹാബ മജ്ലിസി ഉമറ വ മുശാവറത്തിഹി കുഹൂലൻ കാനു ഔ ശുബ്ബാനൻ. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന്റെ മജ്ലിസിൽ ആൾക്കാരുണ്ടായിരുന്നു. അവരെന്ത്, അത് ഖുറാ ആയിരുന്നു, ഖുറാനിന്റെ ആൾക്കാരായിരുന്നു. ഖുറാനിന്റെ അർത്ഥങ്ങളും ഒക്കെ മീൻസ് പണ്ഡിതന്മാരായിരുന്നു. ഖുറാനുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു ഉമർ റളിയല്ലാഹുവിന്റെ മജ്ലിസ് ഉണ്ടായിരുന്നത്. അതിന് തന്നെ കുഹൂലൻ ഔ കാനു ശുബ്ബാനൻ, ഒരു യുവാക്കളായ ആൾക്കാരുമായിരുന്നു. ഒരു 30-40-50 വയസ്സിന്റെ ഇടയിലുള്ള ആൾക്കാർ ഉമർ റളിയല്ലാഹുവിന്റെ സദസ്സിലുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ ഇപ്പൊ എന്തെങ്കിലും ആ കാര്യം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അവരോട് മുഷാവറ നടത്തും, അങ്ങനെ തീരുമാനിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രീതി ഉമർ റളിയല്ലാഹുവിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഹുർബിന് കൈസ് ഈ ടീമിൽ പെട്ട ആളാണ്. അപ്പൊ ഉയൈന വന്നിട്ട് ഇവരെ കാണാൻ വന്നതാണല്ലോ. ഉയൈന എന്ന സ്വഹാബി വന്നിട്ട് ഇവരോട് പറഞ്ഞു, എന്തേ, യബ്ന അഖി ലക വജ്ഹുൻ ഇന്ദ ഹാദിൽ അമീരി ഫസ്താദില്ലി അലൈഹി. നിങ്ങൾക്ക് നല്ല ഇതുണ്ടല്ലോ, ഇവരുടെ അടുക്കല് നല്ല ഹാൻഡ് ഉണ്ടല്ലോ, നല്ല സ്ഥാനം ഉണ്ടല്ലോ. അപ്പോ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു തരുമോ? എനിക്കൊന്ന് കാണാൻ അവസരം ഉണ്ടാക്കി തരുമോ പറഞ്ഞു. അങ്ങനെ ഫസ്താദന ഫാദിന ലഹു ഉമർ റളിയല്ലാഹു. അങ്ങനെ കാണാൻ വേണ്ടി ചോദിച്ചു, കാണാൻ സമ്മതിച്ചു. ഓക്കെ, അങ്ങനെ ഫലമ്മ ദഹല, ഈ ഉയൈന എന്ന സ്വഹാബി എന്തായി, ഇവരുടെ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് ചോദിച്ചപ്പോ എത്തിയപ്പോ, ഈ യബ്ന ഖത്താബ് ഫവല്ലാഹി മാ തുഅ്തിനൽ ജസ്ല, എന്ത് പറഞ്ഞു? എനിക്ക് കൂടുതൽ തരണം, നിങ്ങൾ കുറച്ച് സ്വതക്ക എന്തോ കൊടുത്തു തോന്നുന്നുണ്ട്. സ്വതക്ക തന്നപ്പോ എന്തായില്ല, എനിക്ക് കൂടുതൽ വേണം. ലാ തഹ്കും ഫീന ബിൽ അദ്ലി, നിങ്ങൾ തീരെ നീതിയോടുകൂടെ അല്ല ഭരിക്കണത്, എനിക്ക് കുറച്ചുകൂടി സാധനം തരണം എന്നിവർ ആവശ്യപ്പെട്ടു. അപ്പൊ അമീറുൽ മുഅ്മിനീനാണ്, അപ്പൊ അതബുള്ള ഒരു കാര്യമല്ല ഇവിടെ ഉണ്ടായത്. രാജ്യത്തിന്റെ വലിയ ഭരണാധികാരി ആകുമ്പോ അങ്ങനെ ചോദിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇവിടെ ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. നമുക്ക് ഈ വലിയ ആൾക്കാരൊക്കെ കാണുന്നതിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. പ്രധാനമന്ത്രിയും പ്രസിഡന്റൊക്കെ ആകുമ്പോൾ കാണുന്നതിൽ റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അവരോട് നേരിട്ട് ഇങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാല് പിന്നെന്ത് ചെയ്യും? പുറം കാണൂല. ഓക്കെ, അപ്പോ ഉമർ റളിയല്ലാഹുവിനോട് ദേഷ്യം പിടിച്ചു. എന്താണ് അതബില്ലാത്ത വർത്താനം അമീറുൽ മുഅ്മിനീനോട് പറയാണെന്ന്. ഹത്താ ഹമ്മ ബി, അങ്ങനെ അവരെ പിടിച്ച് ശിക്ഷിക്കാൻ എന്തായി ഉമർ റളിയല്ലാഹു ഉദ്ദേശിച്ചു. അപ്പൊ കാറിൽ ഹുറു, അപ്പൊ ഇങ്ങനെ ഈ സമയത്ത് ഹുറ് നമ്മളെ സഹോദരൻ ഉണ്ടല്ലോ, അവര് പറഞ്ഞു യാ അമീറുൽ മുഅ്മിനീൻ ഇന്നല്ലാഹു തആല ഖാല നബിഹി, അല്ലാഹു തആല നബി തങ്ങളോട് പറഞ്ഞിട്ട് എന്താണ്, അതായത് ഖുർആനിലുള്ള എന്താണ്, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച ചെയ്യണം. പിന്നെ വഅ്മുർ ബിൽ ഉർഫി, പിന്നെന്താക്കണം, നല്ലത് കൊണ്ട് കൽപ്പിക്കണം. വഅരിദ് അനിൽ ജാഹിലീൻ, ജാഹിലീങ്ങളെ തൊട്ട് വിവരമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നെവർ മൈൻഡ് ചെയ്യണം, അത് ശ്രദ്ധിക്കാൻ നിൽക്കണ്ട എന്നാണല്ലോ നബിതങ്ങളോട് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, സോ എന്ത് ചെയ്യണം? വൈന്ന ഹാദാ മിനൽ ജാഹിലീൻ, ഇത് ജാഹിലീങ്ങളിൽപ്പെട്ട ഒരാളാണ്. വലില്ലാഹി മാ ജാവസ, അപ്പൊ ഇവരെ ഒഴിവാക്കണം, ഈ പ്രശ്നത്തിൽ നിന്ന് ഓരോ തൊട്ട് തിരിഞ്ഞു കളയണം എന്നാണ് ഖുർആൻ എന്നവർ പറഞ്ഞത്. അങ്ങനെ വലില്ലാഹി മാ ജാവസ ഉമറു ഹീന തലാഹ,
അങ്ങനെ ഇതാണ് പറഞ്ഞ സമയത്ത് ഉമർ റളിയല്ലാഹു പിന്നെ ഒന്നും ചെയ്തില്ല. ഉമർ റളിയല്ലാഹു പിന്നെ ഒന്നും ചെയ്തില്ല. ഓക്കെ, അടങ്ങി. ഉമർ റളിയല്ലാഹുവിന്റെ സ്വഭാവമായിരുന്നു അങ്ങനെയെന്ന് പറഞ്ഞു. അപ്പൊ ഈ വിഷയം പറഞ്ഞപ്പോ ഓരെന്ത് ഒഴിവാക്കി കൊടുത്തു. അപ്പൊ ഇവിടെ ദേഷ്യം നിയന്ത്രിച്ചു എന്നുള്ളതാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഇവിടുത്തെ ഒരു ഗുണമായിട്ട് പറയുന്നത്. പിന്നെ ഒക്കാന വക്കാഫൻ, ഉമർ റളിയല്ലാഹുവിന്റെ മറ്റൊരു ഗുണമാണ് എന്ത്? ഒക്കാന വക്കാഫൻ ഇൻ കിതാബില്ലാഹി തആല. അല്ലാഹു തആലന്റെ കിതാബിൽ പറഞ്ഞ വിഷയങ്ങൾ, ഖുർആനിൽ പറഞ്ഞ വിഷയങ്ങൾ അതുപോലെ ഖുർആൻ എന്താണ് പറഞ്ഞത് ഓരോ വിഷയത്തിലും ജീവിതത്തിന്റെ എന്ത് കാര്യത്തിലായാലും ഖുർആൻ എന്താണെന്ന് പറഞ്ഞത് അതിനനുസരിച്ചുള്ള ഒരു ജീവിതമായിരുന്നു. അങ്ങനെയുള്ളൊരു നിലപാടായിരുന്നു ഉമർ റളിയല്ലാഹു ഉണ്ടായിരുന്നത്. റവാഹുൽ ബുഖാരി. ഓക്കെ, അപ്പൊ നമുക്ക് തഫ്സീറും തുടങ്ങണം. ഖുർആനിലെ ഹദീസിലെയും അർത്ഥങ്ങളും ആശയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടി പകർത്തേണ്ട ഒരു കാര്യമാണ്. സ്വഹാബത്തിന്റെ ജീവിതമൊക്കെ അങ്ങനെയായിരുന്നു. നബി തങ്ങളുടെ ജീവിതം ഏറ്റവും കൂടുതൽ അങ്ങനെയായിരുന്നു. കാന ഖുലുഖുഹു അൽ ഖുർആന എന്നാണ് പറഞ്ഞത്. നിങ്ങളെ സ്വഭാവം എന്താണ്? ഖുർആനിലുള്ള അതേപോലെയായിരുന്നു. പിന്നെ ഈ ഓരോ സമയത്തും ഇപ്പൊ വിദേശത്തൊക്കെ ആണെങ്കിലും നല്ല ഓത്തൊക്കെ ഉള്ള കുറെ ഇമാമുണ്ട്. കേരളത്തിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇമാമ് നമ്മള് തറാവിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഓത്തുള്ള ഇമാമൊക്കെ ആയിരിക്കും. അപ്പൊ ഓത്ത് കേൾക്കാൻ തന്നെ രസമാണ്. അതിലുപരി അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലായി കഴിഞ്ഞാല് ഭയങ്കര ജീവിതത്തിൽ തന്നെ ഭയങ്കര രസമാണ്. പിന്നെ എല്ലാ ദിവസവും കുറച്ച് എന്ത് ചെയ്യുക, ഖുർആൻ ഓതുക. ഖുർആൻ ഓതുമ്പോ അർത്ഥം മനസ്സിലാക്കുക. ഇപ്പൊ ആപ്പും തഫ്സീറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല പ്രശ്നങ്ങളുണ്ടാവും. അല്ലെങ്കിൽ കുറെ ഇപ്പോഴത്തെ സങ്കടങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ കാലം മുമ്പ് ഉണ്ടായിരുന്ന നമുക്ക് ചെറിയ തോന്നലുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് കുറെ ആയത്തൊക്കെ കാണുമ്പോൾ ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര രസവും സന്തോഷവും അതിനനുസരിച്ച് നമുക്ക് എന്താ പറയാ നല്ല രസമുള്ള ജീവിതം. അപ്പൊ അങ്ങനെ ഖുർആനായിട്ട് ഭയങ്കര അടുപ്പമുള്ള ബന്ധം ഉണ്ടാവുക പറഞ്ഞാല് ഭയങ്കര രസമാണ്. കാരണം അല്ലാഹു തആല ഇങ്ങനെ എപ്പോഴും നമ്മളോട് സംസാരിക്കണ പോലെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ. അള്ളാഹുവിന്റെ വാക്കുകളാണല്ലോ. ഓക്കെ, അപ്പോ ഉമർ അള്ളാഹിന്റെ പ്രത്യേകത പറഞ്ഞാണ് വക്കാഫൻ ഇന്ന കിതാബില്ല. കിതാബിലെ ഖുർആനിൽ എന്താണുള്ളത് അതേപോലെ അനുസരിച്ചുള്ള ഒരു ജീവിതമായിരുന്നു. അപ്പൊ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്നോടും നിങ്ങളോടും കൂടി ആയിട്ട് പറയുന്നത്. എന്തുണ്ടാകണം, ഖുർആനിലേക്ക് തീരുമാനം എടുക്കാൻ വിടുക. അവിടെ എന്താണ് ശറഅ് പറഞ്ഞത് അത്തരം വിഷയങ്ങളൊക്കെ നോക്കാം. അപ്പൊ അതിന് ചെറിയ രീതിയിൽ ട്രൈ ചെയ്ത് തുടങ്ങണം. പക്ഷെ വലിയ ഇൽമ ആവശ്യമുള്ള കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതൊക്കെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത്തരം പഠനങ്ങളൊക്കെ അതിനു കൂടി വേണ്ടിയിട്ടാണല്ലോ. പറഞ്ഞു. ഏത് ഈ ഹദീസിന്റെ ഒക്കെ വാക്കാണോ? ഓക്കെ, ഓരോന്ന് അങ്ങനെ പറയുമ്പോൾ കുറച്ചൊരു ടൈം എടുക്കേണ്ടി വരും. അത് എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഡീപ്പായിട്ട് പോവാം. ഓക്കെ, അതിലുള്ള അർത്ഥം തന്നെയാണ് ഞാൻ പറയണത്. കുറെ വായിച്ചിട്ട് സ്പീഡായിട്ട് പറയുന്നതേ ഉള്ളൂ. ഓക്കെ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ. അപ്പൊ നോക്കി ഇവിടെ കദിമ ഉയൈനത്തുബ്നു ഹിസ്നിൻ അവരുടെ പേരാണ്. കദിമ പറഞ്ഞ അവര് വന്നു. ഫനസല അല ഇബ്നു അഖീഹി ഹുർ ഇബ്നു ഖൈസ്. ഹുർ ഇബ്നു ഖൈസ് എന്നവരുടെ അടുക്കൽ ഇറങ്ങി. കാന മിനൻ നഫരി, ഹുർ ഇബ്നു ഖൈസ് എന്നവരായിരുന്നു എന്തായിരുന്നു നഫൈല്ലദി യുദ്നി ഉമർ അള്ളാഹു. ഉമർ അള്ളാഹുവിന് ഏറ്റവും വേണ്ടപ്പെട്ട അവരെ ഉമർ അള്ളാഹുവിനെ അടുപ്പിക്കുന്ന ഒരു നഫർ ഉണ്ട്, ഒരു സംഘം ഉണ്ട്. അതിൽപ്പെട്ടവരായിരുന്നു. കാനൽ ഖുറാബു അസ്സാബു മജ്ലിസി ഉമർ റളിയല്ലാഹു അൻഹു മുഷാവറത്തിഹി കുഹൂലൻ കാനു ശുബാൻ. ഉമർ അള്ളാഹുവിന്റെ മജ്ലിസിലെ ആൾക്കാർ ആരായിരുന്നു? ഖുറാ ആയിരുന്നു. ഖുറാനുമായിട്ട് ബന്ധമുള്ള പണ്ഡിതന്മാരും ഖുറാന്റെ അർത്ഥം അറിയുന്നവരായിരുന്നു. മുഷാവറത്തി കുഹൂലൻ കാനോ ശുബാനൻ, അവര് യുവാക്കളും ആയിരുന്നു. യുവാക്കളായി മീൻസ് 30, 40, 50 വയസ്സിന്റെ ഇടയിലുള്ള ഖുറാനൊക്കെ അറിയുന്ന പണ്ഡിതന്മാരായിരുന്നു ഉമർ അള്ളാഹുവിന്റെ മജ്ലിസിലൊക്കെ ഉണ്ടായിരുന്നത്. മുഷാവറൊക്കെ നടത്തുന്ന ആൾക്കാര്. അപ്പൊ കാല വിയനത്തിൽ
എന്ത് ചെയ്യും, ഉയൈന എന്നവര് ഹുർറുവിനോട് പറഞ്ഞു. ഇബ്നു അഖി എന്ന് പറഞ്ഞ ഹുർറ് എന്നവരാണ് ഇവിടെ, ഹുർറ് ഇബ്നു ഖൈസ്. ലക്ക വജുഹുൻ എന്താ പറഞ്ഞത്, ലക്ക വജുഹുൻ, നിങ്ങൾക്ക് വജുഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥാനം ഉണ്ടല്ലോ, എന്താ അമീറിൽ, അതല്ല അമീരി, അമീറിന്റെ അടുക്കല്. അപ്പൊ എന്താ ചെയ്യണം നിങ്ങള്, ഫസ്താദില്ലി, എനിക്കൊരു സമ്മതം ചോദിക്കണം എനിക്ക് വേണ്ടിയിട്ട്. ഫസ്താദന ഫാദീന ലഹു ഉമറു, അങ്ങനെ സമ്മതം ചോദിച്ചു. ഉമർ അള്ളാഹുവിന് എന്തായി, സമ്മതിച്ചു. ഫലമ്മ ദഹല, ഇങ്ങനെ ഉയൈന എന്നൊരു ഉമർ അള്ളാഹിന്റെ അടുത്ത് ചെന്നപ്പോ എന്ത് പറഞ്ഞു, ഹി ഇബ്നുൽ ഖത്താബ്, കുറച്ചുകൂടി തരാൻ വേണ്ടിയിട്ട്. ഹി എന്ന് പറഞ്ഞാല് ഈ എന്താണ് ഒരു അന്നത്തെ ഉപയോഗത്തിലുണ്ടായ ഒരു സംഭവമാണ്. അങ്ങനെ ഒരു പ്രയോഗമാണ്, കുറച്ചുകൂടി കൂടുതൽ തരിക എന്നുള്ളൊരു സാധനമാണ്. അത് കോമൺലി എന്താണ് സാധാരണ ഇതിൽ യൂസ് ചെയ്യാത്തൊരു സാധനമാണ്. സാധാരണ ഇതിൽ ഹിയ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണല്ലോ അർത്ഥം. ഇവിടെ ഈ എന്നൊരു അർത്ഥമാണ്. ഇവിടെ കറന്റ് ഈ അറബ് നാട്ടിലേക്ക് പറയും ഐവ അല്ലെങ്കിൽ എ എന്നൊക്കെ പറയും. ബഷീർക്ക് പോയോ, ഇവർക്കുണ്ട് അർത്ഥം വെക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ശ്രദ്ധിക്കാം. അങ്ങനെ മാ തൂത്തിനൽ ജസല, എനിക്ക് കൂടുതൽ തന്നില്ല എന്ന് പറഞ്ഞു. വലാ തഹ്കുമു ഫീന ബിൽ അദിലി, നിങ്ങൾ അതിൽ കൊണ്ട് വിധിച്ചിട്ടുമില്ല, ഹുക്കുമ് ചെയ്തിട്ടുമില്ല. ഫഗദിബ ഉമറു ഹത്താ ഹമ്മ യുകെ ബിഹി, ഉമർ അള്ളാഹു എന്തായി, ദേഷ്യം പിടിച്ചു. അങ്ങനെ യുകെ ബി, മൂപ്പരെ ശിക്ഷിക്കാൻ വേണ്ടി എന്തായി വിചാരിച്ചു. അപ്പൊ കാലൽ ലഹുൽ ഹുറു, അപ്പൊ ഹുറു എന്നവർ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ ഇന്നല്ലാഹു തആല കാല നബി, അല്ലാഹു തആല നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താ, ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച ചെയ്യുക, വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക, ജാഹിലീങ്ങളെ തൊട്ട് തിരിയാ. ഓരെന്തേലും പറഞ്ഞാൽ ഇതാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലു സലാമ എന്നുള്ള ഖുർആനിലുള്ളത്. ജാഹിലീങ്ങൾ എന്താ പറയാ, അസ്സലാമു അലൈക്കും പറഞ്ഞു പോവാ. പിന്നെ അതാ മിനൽ ജാഹിലീൻ, ഇവര് ജാഹിലീങ്ങളാണ്, അപ്പൊ ഓരെ തൊട്ട് ഒഴിവായി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഉമർ അള്ളാഹു എന്തായി, മാ ജാവസ ഉമറു ഹീന തലഹ, ഇത് ഓതിയപ്പോ പിന്നെ അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഉമർ അള്ളാഹിന്റെ പ്രത്യേകത പറഞ്ഞു, കാന വക്കാഫൻ ഇന്ത കിതാബില്ലാഹി തആല, കിതാബ് എന്ത് പറഞ്ഞു അവിടെ നിൽക്കും, അതിന്റെ അപ്പുറം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു ഉമർ അള്ളാഹുവിൻ്റെത് എന്ന് പറഞ്ഞു. എന്നാണ് റവാഹുൽ ബുഖാരി, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി അടുത്ത നോക്കാം. വാൻ ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നഹാ സതകൂനു ബാദി അസറത്തുൻ വ ഉമൂറുൻ തുൻകിറൂനഹാ, എന്റെ ശേഷം എന്തുണ്ടാവും, അസറത്ത് ഉണ്ടാവും. അസറത്ത് പറഞ്ഞാല് ഭരണാധികാരികളെ പറ്റിയാണ് പറഞ്ഞത്. ഒരെന്താണ്, മുഅ്മിനീങ്ങൾക്ക് വേണ്ട ഹക്കൊന്നും കൊടുക്കൂല, ഒരു തോന്നിയ മാതിരിയൊക്കെ ചെലവഴിക്കും, അങ്ങനത്തെ ഒരു ഭരണാധികാരികൾ, അങ്ങനത്തെ ടീമാണെന്ന് അസറത്ത് എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ എന്റെ ശേഷം അതുണ്ടാവും അല്ലെ ഇസ്ലാമില. പിന്നെ 30 വർഷത്തെ ഖിലാഫത്തിനൊക്കെ ശേഷം പിന്നെ ഉമവി അബ്ബാസിയും ഒക്കെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക ഭരണമായിരുന്നു എന്ന് പറഞ്ഞാല് പൂർണ്ണാർത്ഥത്തിൽ അങ്ങനെ പറയാൻ പറ്റൂല. ഖിലാഫത്ത് എന്റെ ശേഷം 30 കൊല്ലാണെന്ന് നബി തങ്ങൾ ഹദീസിലുണ്ട്. ഓക്കെ, അതിനുശേഷം പിന്നെ രാജാധികാരാണ് വന്നത്, മുലൂക്കാണ്. ഓക്കെ, അപ്പോ ഇവിടെ പറഞ്ഞത് അസറത്തുണ്ട്, ഒമൂറും തുൻകിറൂന, നിങ്ങൾ നിഷേധിക്കുന്ന, നിങ്ങൾ വെറുക്കും, എതിർക്കും, അങ്ങനത്തെ കാര്യങ്ങൾ വരും. ആണ് ഇൻകാർ ചെയ്യുക, നിങ്ങൾ നിഷേധിക്കുന്ന കാര്യങ്ങൾ വരും. അപ്പൊ കാലം, അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫമാ തഅമുറുന, അപ്പൊ ആ സമയത്ത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നബിയെ അങ്ങ് കൽപ്പിക്കുന്നത് ഞങ്ങളോട് ചെയ്യാൻ. കാല തുഅദ്ദൂനൽ ഹക്കല്ലദി അലൈക്കും വതസ്അലൂന അല്ലാഹ അല്ലദി ലക്കും. അപ്പൊ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, ഇവിടെ ഇതിൽ സ്വബറുണ്ട്. നിങ്ങൾ തുഅദ്ദൂനൽ ഹക്കല്ലദി അലൈക്കും, നിങ്ങൾ വീട്ടാനുള്ള ഹക്കുകൾ നിങ്ങൾ വീട്ടണം. എന്താണ്, സക്കാത്ത് ഉണ്ടാവും, പിന്നെ പാവപ്പെട്ടവരുണ്ടാവുമ്പോ സ്വതക്ക ചെയ്യുക, എന്ത് ചെയ്യുക, വീട്ടുകാരെ നല്ലോണം നോക്കുക, വീട്ടുകാർക്ക് ചെലവ് കൊടുക്കുക, അങ്ങനെ നമുക്കുള്ള ബാധ്യതകളുണ്ട്. നമുക്ക് സൊസൈറ്റി, കുടുംബക്കാരോടുള്ള ബാധ്യത ഉണ്ടാവും, നമ്മൾ ചെലവിന് കൊടുക്കേണ്ട ആൾക്കാരോടുള്ള ബാധ്യത ഉണ്ടാവും. അതിലപ്പുറം സമൂഹത്തിലെ ഉള്ള പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ള ബാധ്യത ഉണ്ടാവും. നമുക്ക് അല്ലാഹു തആല നൽകിയ സമ്പത്ത് കൊണ്ട് പാവങ്ങളെ സഹായിക്കുക എന്നുള്ള കാര്യം ഉണ്ടാവും. പള്ളി, ദീനി സ്ഥാപനങ്ങൾ, അത്തരം സ്ഥാപനങ്ങളൊക്കെ സഹായിക്കുക എന്ന കാര്യം ഉണ്ടാവും. പിന്നെന്തുണ്ടാവും, അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാവും. സകാത്ത് കൊടുക്കൊക്കെ ഉണ്ടാവും. അപ്പൊ തുഅദ്ദൂനൽ ഹക്കല്ലദി അലൈക്കും, നിങ്ങൾ വീട്ടേണ്ട ഹക്കുകൾ നിങ്ങൾ വീട്ടണം. വതസ്അലൂന അല്ലാഹ അല്ലദി ലക്കും, പിന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട സംഭവം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫക്കീർ ആണെങ്കിലാണ് ബൈത്തുൽ മാലൊക്കെ ഇസ്ലാമിക് ഭരണമാകുമ്പോൾ ഉണ്ടാവും. അല്ലെങ്കിൽ സക്കാത്ത് അതിന്റെ അവകാശികളാണെങ്കിൽ സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അതൊക്കെ ചോദിച്ചു വാങ്ങുക എന്നുള്ളത്
എന്തല്ല നമ്മൾ പെട്ടവരല്ല. മീൻസ് അത് നല്ലൊരു ശീലമല്ല. പിന്നെ അള്ളാഹുവിനോട് ചോദിക്കുക. നിങ്ങൾക്കുള്ളത് അള്ളാഹുവിനോട് ചോദിക്കുകയും നിങ്ങൾ കൊടുക്കാനുള്ളത് നിങ്ങൾ കണക്കിന് കൊടുക്കുകയും ചെയ്യുക. അതാണ് ആ ഒരു കാലത്ത് ഭരണാധികാരികളൊക്കെ ശ്രദ്ധിക്കാതിരിക്കുകയും അവർ തോന്നിയതുപോലെ ചെലവഴിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് സ്വഹാബത്തിനോട് എന്താണ് ഞങ്ങൾ ആദ്യം മുൻകൂട്ടി പറയണം. അത് മുജിസത്തും കൂടിയാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരു വിഷയങ്ങൾ കൂടിയാണ് ഇവിടെ സൂചിപ്പിച്ചത്. മനസ്സിലായല്ലോ? ഇനി وعن أبي يحيى أسيد بن خضير أن رجلا من الأنصار قال يا رسول الله ألا تستعملني كما استعملت فلانا فقال അങ്ങനെ ഉസൈദ് ബിൻ ഖുദൈർ വന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു. അല്ല, ഒരു റിപ്പോർട്ട് ചെയ്യണം ഹദീസ്. ഒരു അൻസാറിൽ നിന്നുള്ള ഒരു സ്വഹാബി വന്നിട്ട്, അൻസാരിയായ സ്വഹാബി വന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, നബി തങ്ങള് ഒരാളെങ്ങനെ ആമിലാക്കിയിരുന്നു, ഒരു ഗവർണർ ആക്കിയിട്ട് ഒരു ജോലിക്കാരനാക്കി നിയമിച്ചിരുന്നു, അതേപോലെ എന്നെയും നിയമിച്ചൂടെ, എന്നെയും നിയമിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ കാല ഇന്നക്കും തെൽക്കൗന ബാദി. പിന്നെ അതിന് ശേഷം നബി തങ്ങൾ മൊത്തത്തിൽ ഉപദേശം കൊടുക്കാണ്. ഇന്നക്കും അത് അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഈ ഉപദേശിക്കണ രീതി ഉണ്ടല്ലോ. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നബി തങ്ങൾ പിന്നെന്ത് ചെയ്യും? അപ്പൊ ഒന്നും പറയില്ല, അപ്പൊ ഒരാളോടൊന്നും പറയില്ല. പിന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഉപദേശമൊക്കെ ഉണ്ടാവുമ്പോ മൊത്തത്തിൽ ആ ഒരു വിഷയത്തിന് അഡ്രസ് ചെയ്യും. അപ്പോ അയാൾക്ക് മനസ്സിലാവും എന്ത് അത് എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന്. മൊത്തത്തിൽ ആൾക്കാർക്ക് മനസ്സിലാവാനും ഉപകരിക്കും. ഇങ്ങനെയുള്ള ഒരു ഉപദേശത്തിന്റെ സ്റ്റൈലുമായിരുന്നു നബി തങ്ങൾ എന്താ ചെയ്യുന്നത്, സ്വീകരിച്ചിരുന്നത്. അപ്പോ അതും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു കൂട്ടുത്തരവാദിത്തമാണ്. ഒരു സമൂഹത്തിൽ മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും ചെയ്തിരിക്കേണ്ട കാര്യമാണ് എന്ത്, അംറു ബിൽ മഅറൂഫ് നഹ്യി അനിൽ മുൻകർ എന്ന് പറഞ്ഞാൽ നല്ലത് പറയുകയും ചീത്ത കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യണം. അപ്പൊ അതങ്ങനെ എല്ലാരും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവും. അപ്പൊ അതൊക്കെ ചെയ്യുന്നതിന് കറക്റ്റായ മെത്തേഡ് ഉണ്ട്. പക്ഷെ ആരും ചെയ്യാതിരുന്ന എല്ലാവരും കുറ്റക്കാരാവുകയും ചെയ്യും. അപ്പൊ വിധങ്ങളൊരു ഉപദേശിക്കുന്നതിന്റെ സ്റ്റൈൽ എങ്ങനെയായിരുന്നു? ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ മൊത്തത്തിൽ പിന്നെ ആൾക്കാരെ അഡ്രസ് ചെയ്യുമ്പോൾ ആ വിഷയം സൂചിപ്പിക്കും, അതിലെന്താണ് ചെയ്യേണ്ടതെന്ന് സൂചിപ്പിക്കും. അങ്ങനെയായിരുന്നു. അപ്പൊ കാല ഇന്നക്കും തൽക്കൗന ബാദി നിര്യാദത്തിന് പറഞ്ഞു, ഇന്നക്കും തൽക്കൗന ബാദി, എന്റെ കാലശേഷങ്ങള് നിങ്ങൾക്ക് അസറത്ത് ഉണ്ടാവും. അസറത്ത് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു, ഹക്കുകളൊന്നും കൃത്യമായിട്ട് കൊടുത്തു വിട്ടാത്ത ഭരണാധികാരികളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഉണ്ടാവും ഫസ്ബിറു ഹത്താ തൽക്കൗനി അലൽ ഹൗലി, നിങ്ങൾ ക്ഷമിക്കുക എന്നുള്ളതാണ് അവിടെ മുഅ്മിനീങ്ങൾ ചെയ്യേണ്ട കാര്യം. എന്നിട്ട് ഹത്താ തൽക്കൗനി അലൽ ഹൗലി, ഇതിനേക്കാളും കൂടുതൽ ഖിയാമത്ത് നാളിൽ ദാഹിക്കുന്ന അവസരം ഉണ്ടാവും. ഇനി അവരെക്കാളും കൂടുതൽ ഖിയാമത്ത് നാളിൽ എന്ത് ചെയ്യും, ദാഹിക്കുകയും വിശക്കുകയും ഒരു സഹായത്തിനൊക്കെ ആവശ്യമുള്ള സമയം ഉണ്ടാവും. അപ്പൊ ഹൗദുൽ കൗസറിന്റെ അടുക്കല് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. അപ്പൊ അത് പ്രതീക്ഷിച്ചുകൊണ്ട് ദുന്യാവില് ക്ഷമിക്കുകയും സബ്ർ കാണിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇനി അടുത്ത ദിവസം നോക്കാം. وعن أبي هريرة وعن أبي إبراهيم عبد الله بن أبي أوفى رضي الله عنهما أن رسول الله صلى الله عليه وسلم في بعض أيام التي لقي فيها العدو انتظر حتى إذا مالت الشمس قام فيهم انتظر حتى إذا مالت الشمس قام فيهم وقال يا أيها الناس لا تتمنوا لقاء العدو واسألوا الله العافية وإذا لقيتموهم فاصبروا വാലമു അന്നൽ ജന്നത തഹ്ത ദിലാലി സുയൂഫ്. എന്താണ് പറഞ്ഞത്? അപ്പൊ രോഗത്തിന് ആഗ്രഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. രോഗത്തിന് ആഗ്രഹിക്കാൻ പാടില്ല. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒരു ദുആ ഉണ്ട്, രോഗം വന്ന് ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു ഒരു കാര്യമാണ്. ഓക്കെ, രോഗം വന്നാൽ ക്ഷമിക്കുക എന്നുള്ളത് വലിയ ഫضലുള്ള കാര്യമാണ്. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു പറയുന്നത് രോഗം വരികയും എന്താണ് പറഞ്ഞത്? എനിക്ക് രോഗം വരികയും ഞാൻ ക്ഷമിക്കുകയും ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്, എനിക്ക് ആഫിയത്ത് ഉണ്ടാവുകയും ഞാൻ ശുക്ർ ചെയ്യുകയും ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു.
സിദ്ദീഖ് റളിയല്ലാഹു ഔലിയായിന്റെ നേതാവാണ്. നബിതങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അമ്പിയാക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്തുള്ള ആളാരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവര് വരെ പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെ നമ്മള് ഓവർ സൂഫിയായിട്ട് എന്താണ് രോഗത്തിനെ വിളിച്ചു വരുത്തുകയും ചെയ്യരുത്. നമുക്ക് സബർ ചെയ്യാൻ കഴിവുണ്ടാവില്ല. ഓക്കെ, ഇവിടെ പറഞ്ഞത് ക്ഷമിക്കുക. ഇവിടുത്തെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഹദീസാണ്. നിങ്ങളെ ചില ദിവസം എന്ത് ചെയ്യും? ശത്രുക്കളെ കാത്തിരിക്കും. യുദ്ധത്തിന്റെ സമയത്താണ്. ഹത്തായിദ മാലത്തി ശംസു, അങ്ങനെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ കാമഫിയും അവിടെ നിൽക്കും. ഹത്തായിദ മാലത്തി ശംസു, അപ്പൊ യുദ്ധത്തിൽ എങ്ങനെ ആൾക്കാരെ പ്രതീക്ഷിച്ചിരിക്കും. ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് കാമഫിയും അവരിലേക്ക് തിരിഞ്ഞ് ക്ലാസ് എടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ചെലവഴിക്കും. അപ്പൊ കാലന്തര് പറയണത് യാ യുവന്നാസുലാ തത്തമന്നോ ലിക്കാലത്, നിങ്ങളെ ശത്രുക്കളൊന്നും വന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. വസ്സലുല്ലാ ലാഫിയ. ഓക്കെ, ആഫിയത്താണ് പഠിച്ചവനോട് ചോദിക്കേണ്ടത്. ഇനി ഫൈദ ലക്കീത്തുഹും, നിങ്ങള് ശത്രുക്കൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ ഫസ്ബിറു, അപ്പൊ നിങ്ങൾ സബർ ചെയ്യണം. വാലമു അന്നൽ ജന്നത്ത് തഹ്ത ദിലാലി സുയൂഫ്, അപ്പം മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങൾ എന്താക്കണം, അറിയണം അന്നൽ ജന്നത്ത് എന്താണ്? തഹ്ത ദിലാലി സുയൂഫി, സുയൂഫിന്റെ തണലിന്റെ അടിയിലാണ്. ഇതിനർത്ഥം ഷഹീദായി കഴിഞ്ഞാൽ വലിയ കൂലി കിട്ടും, നേരെ സ്വർഗത്തിലേക്ക് പോവും എന്നൊരു വിഷയമാണ്. വലിയ ഫളിലുള്ള കാര്യമാണ് ഷഹാദത്ത് ആവുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദാവാന്ന് പറയുന്നത്. പക്ഷെ ആ സമയത്ത് നിബിധകൾ പറയണത് എന്താണ്? യുദ്ധത്തിന് വേണ്ടി ആഗ്രഹിക്കരുത്. ഓക്കെ, യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യാ, നമുക്ക് പോയിട്ട് ശത്രുക്കൾക്കെതിരെ പോരാടാം. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത്. ഇവിടെ എല്ലാവരും ഉണ്ടാവുന്ന സമയത്ത് സൂയിസൈഡ് ബോംബിങ് നടത്തി അങ്ങനെ കൊല്ലപ്പെടണം എന്നല്ല. അങ്ങനെയൊക്കെ തെറ്റായി മനസ്സിലാക്കാൻ പാടില്ല. അങ്ങനെ തെറ്റായി മനസ്സിലാക്കിയവരുണ്ട്. ഓക്കെ, നമ്മള് കരാറിലൊക്കെ ജീവിക്കണം. ഇപ്പൊ ഒരുപാട് ഉടമ്പടികളൊക്കെ ഉള്ള ലോകമാണ്. UN ഉണ്ട്, അതിലൊക്കെ കാര്യം ഉണ്ടാവുന്നുള്ളത് വേറെ വിഷയം. അപ്പോൾ ഒരുപാട് ഉടമ്പടികൾ പല രാജ്യങ്ങളും തമ്മിലുണ്ട്. പിന്നെ രാജ്യത്തിന്റെ പുറത്തുള്ള വലിയ സംഘടനകളുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ള സമയത്ത് പിന്നെ നമ്മൾ ജിഹാദായിട്ട് പോവുകയും ഒന്നായിട്ട് ആക്രമിക്കുകയും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യല്ല വേണ്ടത്. ഇസ്ലാം ഇപ്പൊ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതിൽ സബർ ചെയ്യാനേ അങ്ങനെ തയ്യാറായി നിൽക്കുന്നതിനേക്കാൾ നല്ലത് പ്രശ്നങ്ങൾ ഏതായാലും ദുനിയാവിന്റെ ഒരു ഷൈനാണ്. ദുനിയാ സിജറുൽ മുഅ്മിൻ എന്ന് പറഞ്ഞത്. ഇപ്പൊ ജന്നത്തുൽ കാഫിർ. ദുനിയാവിന് എന്തായാലും മുഅ്മിനിന് പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. മാനസികമാവാം, ശാരീരികമാവാം, സമ്പത്തിലുള്ള പ്രശ്നങ്ങളാവാം. എത്ര പൈസക്കാർക്കായാലും ഓർക്കും ഓരോ ഹമ്മുണ്ടാവും. അവർക്ക് അല്ലേ, പലരുടെ ഹമ്മില് വ്യത്യാസം ഉണ്ടാവും. അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഒക്കെ വ്യത്യാസം ഉണ്ടാവും. എന്നാലും പലരും ഉണ്ടാവും. അപ്പൊ അതിലെ ക്ഷമിക്കുക, അതിൽ പഠിച്ചവനെ എന്താണ് കതിർ കൊണ്ടാണ് കഥാ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്യാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം. എന്നിട്ട് ഇപ്പൊ യുദ്ധത്തിന്റെ സമയത്ത് നിങ്ങളുടെ നിന്ന് ഇത്തരം വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞ എന്താ? അല്ലാഹുമ്മ മുനസ്സിലൽ കിതാബി മുജ്രിയ സഹാബി വഹാസിമൽ അഹ്സാബി ഇഹ്സിംഹും വൻസുർന അലൈഹിം. എന്നിട്ട് തോർന്നു അല്ലാഹുമ്മ മുൻസിലൽ കിതാബ് മുജ്രിയ സഹാബ്, മേഘത്തിനെ ചലിപ്പിക്കുന്ന, പിന്നെ ഖുർആനൊക്കെ ഇറക്കിയ റബ്ബേ, പിന്നെ ശത്രുക്കളെ സൈന്യത്തെയൊക്കെ തോൽപ്പിക്കുന്ന റബ്ബേ, അവരെ ശത്രുക്കളെ തോൽപ്പിക്കുകയും മൻസുർന അലൈഹിം, നമുക്ക് അവർക്കെതിരെ ശത്രുക്കൾക്കെതിരെ മുഅ്മിനീങ്ങളെ സഹായിക്കുകയും ചെയ്യണേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. അതുപോലെ ഫലസ്തീന്റെ വിഷയത്തിൽ നമ്മൾ കേൾക്കണം. അല്ലാഹു തആല അവർക്ക് ഫത്ത് കൊടുക്കട്ടെ. ഭയങ്കര ഭീകരമായ അവസ്ഥയാണ് ഓരോ സമയവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ക്യാമ്പസിലൊക്കെ ഫലസ്തീനിലുള്ള കുട്ടികളുണ്ട്, പല നാട്ടിലുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ കൂടി ഇന്നലെ ദ്വാരക്കയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ജീവിതമൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ജന്നത്ത് നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സ്വർഗം നരകമൊക്കെ ഉണ്ടെന്ന്. കാരണം ഇവർക്ക് ഇവിടെ ദുനിയാവിൽ ഇതനുസരിച്ച് ഒരിക്കലും നീതി കിട്ടുന്നില്ല.
പലർക്കും നീതി കിട്ടുന്നില്ല. ഇവര് മാത്രല്ല. ഇപ്പോ നാളെ ഇൻഷാ അള്ളാ സ്വർഗത്തിൽ അവർക്ക് വലിയ ഫضലുണ്ടാവും, ഷഹീദിന്റെ കൂലി ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് സൊബറിൽ ചർച്ച ചെയ്യാനുണ്ടായ കാര്യങ്ങള്. പിന്നെ അടുത്ത ക്ലാസ്സിൽ സിദ്ക്ക് തുടങ്ങാം. അപ്പൊ സൊബർ പറഞ്ഞത് ക്ലിയർ ആയിരുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരുന്നോ? ഉം. അതെ അതെ. ഇഷ്ടം പോലെ ഉണ്ട്. ഈ അന്ത്യദിനത്തിലെ മഹ്ദി ഇമാമ് വരികയും ഖുദ്സിനെ മോചിപ്പിക്കുകയൊക്കെ ചെയ്യും. ദിമിഷ്കില് പല യുദ്ധങ്ങൾ നടക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതില് അതേപോലെ തന്നെ ഖുറാനിലുണ്ട് ഈ ജൂതന്മാരുടെ സമൂഹം. അപ്പൊ അവരെന്താണ് താലുവന്ന ഉലൂവൻ കബീറ, രണ്ടു വട്ടം അവർക്ക് പരാജയം, രണ്ടു വട്ടം വിജയം ഉണ്ടാവും, പിന്നെ രണ്ടു വട്ടം പരാജയം ഉണ്ടാവും എന്നാ പറയണത്. അപ്പൊ അതിനൊക്കെ പല വ്യാഖ്യാനങ്ങൾ കാണാം. അപ്പൊ രണ്ടാമത്തെ വിജയമാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പിന്നെ അതിന് ശേഷം വലിയൊരു പരാജയം ഉണ്ടാവും എന്ന് കാണുന്നുണ്ട്. പിന്നെ മഹദി ഇമാം വരുന്ന സമയത്തും എന്താണ് ഈ ഖുദ്സ് ചരിത്രത്തില് പണ്ട് മുതലേ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. ഓക്കെ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അതിന് പറഞ്ഞൊരു ഒരു ഒരു പ്രസംഗം ഉണ്ട്, ഒരു ക്ലാസ് ഉണ്ട് ഖുദ്സിന്റെ ചരിത്രം. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ ഞാൻ അയച്ചുതരാം. മലൈബാറിന്റെ ഒരു ഇതിൽ നടന്നൊരു ക്ലാസ് ആയിരുന്നു. അപ്പൊ ഈ ഖിയാമത്ത് നാളുമായിട്ട് ബന്ധപ്പെട്ട മഹദിയുമായിട്ട് ബന്ധപ്പെട്ട ഇതിലൊക്കെ ഖുദ്സിന്റെ മോചനം ഉണ്ടാവും, ഖിയാമത്ത് നാള് ഒരു അടയാളമായിട്ട് അങ്ങനെ വരുന്നുണ്ട്. മഹദി ഇമാം യുദ്ധം ചെയ്യുന്നു, അവരെ പരാജയപ്പെടുത്തും എന്നൊക്കെ പറയുന്നുണ്ട്. 3-4 യുദ്ധങ്ങള് മഹദി ഇമാമിന്റെ ആ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ പല പല ടീമിനെതിരെ ഉണ്ട്. അപ്പോ അതിൽ ഈ ഒരു വിഷയം പരാമർശിക്കുന്നുണ്ട്. പിന്നെ ഈ ഖുറാനിൽ തന്നെ ഖുദ്സിനെ പറ്റിയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട വിഷയമാണ്. ഞാൻ കുറച്ച് വിഷയം കേട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അല്ല, ഞാൻ പറഞ്ഞ അവരെ യഹൂദികൾ വിജയിക്കുന്നു. ഓക്കെ. ഇവര് ആ ഫിറോന്റെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവര് എന്നിട്ട് നാട് വിട്ട് പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് പരാജയം ഉണ്ടായി. ഈ ഹോളോകോസ്റ്റിന്റെ വിഷയത്തിലൊക്കെ അവർക്ക് എന്തായി, മൊത്തത്തിൽ നഷ്ടം ഉണ്ടായല്ലോ. പിന്നെ അതിനുശേഷം രാജ്യം ഉണ്ടായി, അങ്ങനെ ഉഷാറായിട്ടുണ്ട്. ഇനിയും പരാജയപ്പെടുമെന്നാണ് മനസ്സിലാകുന്നത്. ഓക്കെ. അത് ഏതായാലും ഞാൻ ആ ക്ലാസ് അയച്ചുതരാം. ഖിയാമത്ത് നാളുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കുറെ ചർച്ചകൾ